ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് 3 വരുന്നത് അടുത്ത ഞായറാഴ്ചയാണ്. വീക്ക്ലി ടെസ്റ്റ് 3ൻ്റെ ടോപ്പിക്സ് വരുന്നത് ഒന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും അതുപോലെ ഫിസിക്സിൽ നിന്ന് വെക്ടേഴ്സ് എന്ന ചാപ്റ്ററുമാണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് നമുക്ക് അടുത്ത വീക്ക്ലി ടെസ്റ്റിന് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ്, ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനും അതുപോലെ ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷനും പഠിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതിൽ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ, ഈ 3 ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ് അടുത്തത് വരുന്നത്. അതിൽ നമുക്ക് ലിനേഴ്സിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് അതിൻ്റെ ഡ്രോബാക്സ്, അതുപോലെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷന് ഡ്രോബാക്സ്, പിന്നെ 4 കിങ്ഡം, 5 കിങ്ഡം ആൻഡ് 6 കിങ്ഡം. അതിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡ്രോബാക്സും അതുപോലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഉപയോഗിച്ചിട്ടുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് കിങ്ഡം മൊണീറയുടെ ജനറൽ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൽ ആദ്യം മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആർക്കി ബാക്ടീരിയ, അതുപോലെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, ദെൻ മൈക്കോപ്ലാസ്മ, സയനോ ബാക്ടീരിയ, ആക്ടിനോമൈസീറ്റ്സ് അല്ലേ. ആക്ടിനോമൈസീറ്റ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കൊന്നും വേണ്ട, പക്ഷേ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഓർത്ത് വെക്കുക. പിന്നീട് നമുക്ക് ഹെറ്ററോട്രോഫിക് ആർക്കി ബാക്ടീരിയയിലേക്ക് വരുമ്പം അവിടെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് മെത്തനോജൻസ്, അതുപോലെ തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ് എന്നിട്ട് പറഞ്ഞിട്ട് 3 ഗ്രൂപ്പുകളുണ്ട് അല്ലേ. അവർക്ക് എക്സാമ്പിൾസും ഉണ്ട്. അപ്പോൾ അവരുടെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, അവരുടെ ക്യാരക്ടേഴ്സ് പഠിച്ചു വെക്കുക. പിന്നെ ആർക്കി ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ലിപ്പിഡ് ചെയിൻ, അതായത് ബ്രാഞ്ചഡ് ലിപ്പിഡ് ചെയിൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് എക്സ്ട്രീം കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അത് ഓർത്തിരിക്കുക. അവരുടെ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ആബ്സെൻ്റ് ആണ്. അതേസമയത്ത് ബാക്ടീരിയൻ്റെ സെൽ വാളിലാണെങ്കിൽ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയൻ്റെ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ പ്രസൻ്റ് ആണ്. ആ ഒരു ഡിഫറൻസ് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയിലേക്ക് വരുമ്പം അതിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലേ, പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് പഠിക്കുക. പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം പ്രോകാരിയോട്ടിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ സെല്ലുലാർ മെംബ്രെയിൻ ബൗണ്ട് സെല്ലുലാർ ഓർഗാനൽസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവിടെ 2-3 ക്യാരക്ടേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അത് കറക്റ്റ് മനസ്സിലാക്കിയേക്കുക, യൂകാരിയോട്ടും പ്രോകാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രോകാരിയോട്ടിൻ്റെ ക്യാരക്ടർ എന്താണോ അതെന്നായിരിക്കും മൊണീറൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ ക്യാരക്ടറായിട്ട് വരുന്നത് അല്ലേ. അതിലെ സെൽ ഓർഗാനൽസ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സെൽ എൻവലപ്പിനെ കുറിച്ചും അതുപോലെ പിന്നെ മീസോസോംസ്, അതുപോലെ തന്നെ പ്ലാസ്മിഡ്, പിന്നെ ഫ്ലജല്ലത്തിൻ്റെ പാർട്സ്, ഇതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് സ്ട്രക്ചർ കഴിഞ്ഞാൽ അതിൽ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയത്തിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ ഫ്ലജല്ലത്തിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടും അത് നോക്കുക. ദെൻ ശേഷം നമുക്ക് പിന്നെ മൈക്കോപ്ലാസ്മയിലേക്ക് വരാം അല്ലേ. മൈക്കോപ്ലാസ്മനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അത് കറക്റ്റ് പഠിക്കുക. അതിനുശേഷം സയനോ ബാക്ടീരിയൻ്റെ കാര്യങ്ങളും പഠിക്കുക. മൈക്കോപ്ലാസ്മൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം, മൈക്കോപ്ലാസ്മയാണ് സെൽവാളില്ലാത്ത ഓർഗാനിസത്തിൽ ഏറ്റവും ചെറുതാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അതേസമയത്ത് സ്മോളസ്റ്റ് ഓർഗാനിസം വിത്ത് സെൽവാളാണെങ്കിൽ അവിടെ മൈക്കോപ്ലാസ്മ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കരുത്, കാരണം മൈക്കോപ്ലാസ്മ വിത്തൗട്ട് സെൽവാളാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ആ ഏരിയ പഠിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടിസ്റ്റയിലേക്ക് വരാം അല്ലേ. ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ബാക്ടീരിയൻ്റെ ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നമുക്ക് അവിടെയും കവർ ചെയ്യാം. ഇവിടെ നമ്മൾ അതായത് ലാക്ടോബസിലസ്, അതുപോലെ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാണി, ഇത്തരം ബാക്ടീരിയാസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ പ്രോട്ടിസ്റ്റയിലേക്ക് വരുമ്പോൾ പ്രോട്ടിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, ഫ്ലൈമോഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ് അല്ലേ. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് പഠിച്ചു വെക്കുക. അതുപോലെ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്രൈസോഫൈറ്റ്സിലാണെങ്കിൽ അതാണ് അവിടെ മെയിനായിട്ടുള്ളൊരു കൺസെപ്റ്റ്. അവരുടെ സെൽവാൾ ഉപയോഗിച്ചിരിക്കുന്നത്, സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ലിഡുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. എപ്പിത്തിക്ക, ഹൈപ്പോത്തിക്ക എന്ന് പറയുന്ന 2 ലേയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക.
നമ്മൾ ഡൈനോഫ്ലജല്ലേസിലേക്ക് വരുമ്പം റെഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. ഗോണിയോലാക്സ് ആണ് അത് കോസ് ചെയ്യുന്നത്, അത് ഓർത്ത് വെക്കുക. പിന്നെ സെൽവാൾ പ്ലേറ്റ്സ് ആണ് 2 ഉണ്ട്. അതുപോലെ ഫ്ലജെല്ലം 2 ഉണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സ്ലി പ്ലേസ് ചെയ്തിട്ടുള്ളതും ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലി പ്ലേസ് ചെയ്തിട്ടുള്ളതും. അതേപോലെ യൂഗ്ലിനോയിഡിലേക്ക് വരുമ്പം യൂഗ്ലിനോ രണ്ടിൻ്റെയും, അതായത് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം തന്നെ കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടുള്ള ഒരു കിങ്ഡം ആണ് അല്ലേ, ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ സ്ലൈമോഡ്സിലേക്ക് വന്നാൽ സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അവിടെ ഫംഗസുമായിട്ടും പ്ലാന്റ്സുമായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മോട്ടൈൽ ഓർഗൻസിൻ്റെ അല്ലെങ്കിൽ ലോക്കോമോട്ടറി ഓർഗൻസിൻ്റെ ബേസിസിലാണ് പ്രോട്ടോസോവൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അമീബോയിഡ്, ഫ്ലാജെല്ലേറ്റഡ്, സിലിയേറ്റഡ് ആൻഡ് സ്പോറോസോവൻസ്. ഈ 4 ഗ്രൂപ്പിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുക വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, അതാണ് നമുക്ക് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഫംഗസിലേക്ക് വരുമ്പം ഫംഗസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്നത് അസെക്ഷൽ സ്പോർട്സും സെക്ഷൽ സ്പോർട്സും ചോദിച്ചിട്ടാണ്. അപ്പോൾ സ്പോർട്സിൻ്റെ മുഴുവൻ പേര് പഠിക്കുക. സിമിലർ ആയിട്ടുള്ള സ്പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് ഉണ്ട്. എൻ കണ്ടീഷൻ ആണോ, 2N കണ്ടീഷൻ ആണോ, ഹാപ്ലോയിഡ് ആണോ, ഡിപ്ലോയിഡ് ആണോ, അതുപോലെ എൻഡോജീനസ് ഫോർമേഷൻ ആണോ, എക്സോജീനസ് ഫോർമേഷൻ ആണോ. ഈ 3 കാര്യങ്ങളും സ്പോർട്സിൻ്റെ കേസിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഫൈക്കോമൈസിസിനും ആസ്കോമൈസിസിനും ബസീഡോമൈസിസിനും ഡ്യൂട്രോമൈസിസിനും 4 ഫംഗസ് ഗ്രൂപ്പിനുമുള്ള എക്സാമ്പിൾസും പഠിക്കുക. ഓക്കെ, നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് മൈസീലിയത്തിൻ്റെ സ്ട്രക്ചർ, അതുപോലെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്. ഈ മെത്തേഡൊക്കെ ഈ 4 സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ 3 എന്താ പറയുക ക്രൈറ്റീരിയാസ് ഓരോ 4 ഗ്രൂപ്പിലും എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ മൈസീലിയത്തിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ അസെപ്റ്റേറ്റ് മൈസീലിയമാണ് ഫൈക്കോമൈസിസിലുള്ളത്. അതേസമയത്ത് ആസ്കോമൈസിസിലും ബസിഡിയോമൈസിസിലും ഒക്കെ സെപ്റ്റേറ്റ് ആണ്. അങ്ങനെ ക്രൈറ്റീരിയാസിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ഓരോ ഗ്രൂപ്പിലും എങ്ങനെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് വൈറോയിഡ്സ് ആൻഡ് ലൈക്കൻസ് എന്ന് പറയുന്ന ആ ഭാഗമാണ്. അവിടെ നമുക്ക് 2-3 സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയുന്നുണ്ട്. ബെജറിൻകെ, അതുപോലെ ഇവാനോസ്കി. ഇവരുടെയൊക്കെ പേര്, ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്, ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ DNA മെറ്റീരിയൽ, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള വൈറസിൻ്റെ മെറ്റീരിയൽ, വൈറസിൻ്റെ പ്രോപ്പർട്ടീസ് ഇതെല്ലാം പഠിക്കുക. എന്താണ് വൈറോയിഡ്സ്, അതുപോലെ തന്നെ എന്താണ് പ്രിയോൺസ് നമ്മുടെ സിലബസിൻ്റെ പെരിഫറിയിലുള്ളതാണ്, എങ്കിലും നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ളത് അവിടെ മൈക്കോറൈസയും അതുപോലെ തന്നെ ലൈക്കൺസുമാണ്. ലൈക്കൺസ് ആൽഗയും ഫംഗയും ഉള്ള ഒരു കോമ്പിനേഷനാണ് ലൈക്കൻ എന്ന് പറയുന്നത്. അവിടെ ആൽഗൻ്റെ പാർട്ട് എന്താണ്, ആൽഗ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫംഗസ് എന്താണ് ചെയ്യുന്നത്, ഇത് രണ്ടും നോക്കി വെക്കുക. അതുപോലെ മൈക്കോറൈസൻ്റെ കേസിലും ഫംഗസ് എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാന്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നിങ്ങൾ എക്സാം എഴുതുന്നത്. ഓരോ ചാപ്റ്ററും ഞാൻ എല്ലാ വീക്ക്ലി ടെസ്റ്റിനും ഇതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഏരിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇത്തരം വീഡിയോസ് നിങ്ങൾ പൂർണ്ണമായി കണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, എനിവേ അടുത്ത എക്സാമിൽ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യുക, നല്ല മാർക്ക് വാങ്ങുക. 220ൻ്റെ മുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് വാങ്ങാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.